ഈ ഒരു മാസം വരാൻ പോകുന്ന അതായത് 2023 ജൂലൈയിൽ വരാൻ പോകുന്ന വേറെ ലെവൽ കിഡ്ലൈൻ സ്മാർട്ട് ഫോൺസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ കുറച്ച് ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു മാസം ലോഞ്ച് ചെയ്യുന്നതിൽ വെച്ച് വേറെ ലെവലിൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരുപാടധികം ഫോൺസ് ഈ ഒരു മാസം ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ONEPLUSൻ്റെ നോഡ് 3 വരുന്നുണ്ട്, അതേപോലെ തന്നെ നത്തിങ് 2 വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഫോൺസാണ്. സോ ആ ഒരു ഫോൺസിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ലീക്ക് ആയത് സ്പെക്കും അതുപോലെ തന്നെ ആ ഒരു ഫോണിൻ്റെ പ്രൈസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. സോ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഫോൺ എന്ന് പറയുന്നത് ONEPLUSൻ്റെ നോഡ് 3 5G കേട്ടോ. ONEPLUSൻ്റെ ഒരുപാട് ആരാധകർ വെയിറ്റ് ചെയ്യുന്ന എന്നാൽ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് കുറച്ച് പേടിയുള്ള ഒരു ഫോണാണ് ONEPLUSൻ്റെ നോഡ് 3 5G എന്ന് പറയുന്നത്. ഈ ഫോണിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 9000 കേട്ടോ. സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ് അല്ല വരുന്നത്, പകരം മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 9000 ആണ് സീരീസിലുള്ള ചിപ്സെറ്റ് ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. 120 Hz റീഫ്രഷ് റേറ്റോട് കൂടിയുള്ള 6.78 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക. അതിനോട് കൂടെ തന്നെ 50 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 5000 mAh ഒരു ബാറ്ററി ഒക്കെ ഈ ഒരു ഫോണിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ലീക്സ് കേട്ടോ. എന്തായാലും ഫോണിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 32,000 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരിക കേട്ടോ. 32,000 രൂപക്ക് ചിലപ്പോൾ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഫോൺ ഇറങ്ങിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ളൊരു റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്പർ 4 ഓപ്പോയുടെ റെനോ 10 സീരീസ് കേട്ടോ. റെനോ 10ഉം 10 Pro ഒക്കെ വരാനായിട്ട് പോവുകയാണ്. സോ അതിൽ റെനോ 10 നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 778 ചിപ്സെറ്റോട് കൂടിയായിരിക്കും വരിക എന്നാണ് ലീക്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനോട് കൂടെ തന്നെ 6.7 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേയും 120 Hz റീഫ്രഷ് റേറ്റ് അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സൂമോട് കൂടിയുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. കാരണം 2x ഒപ്റ്റിക്കൽ സൂം ആയിട്ട് വരുന്നുണ്ട്. 64 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ, അതുപോലെ തന്നെ 32 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ അവർ നൽകിയിട്ടുണ്ട്. നമുക്ക് 2x അങ്ങാണ്ട് ഒപ്റ്റിക്കൽ സൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. സോ ക്യാമറ വൈസ് കുറച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ഫോൺ. ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 4600 mAh ബാറ്ററി 180 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. സോ കുത്തി വെക്കുന്നതിന് മുമ്പ് തന്നെ ചാർജ് കയറാൻ ചാൻസ് ഉണ്ട്. സോ ഒരുപാട് കുറച്ച് കൂടി പോയി ഫാസ്റ്റ് ചാർജിങ്. ഓക്കെ, എന്തായാലും ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 35,000 രൂപ ആ റേഞ്ചിലായിരിക്കും സ്റ്റാർട്ടിങ് കേട്ടോ. 35,000 രൂപയ്ക്കായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്പർ 5 സാംസങ് ഗാലക്സി M34 ആണ് കേട്ടോ. സോ ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 1080 ആയിരിക്കും ഈ ഒരു ഫോണിൽ ചിപ്സെറ്റ് ആയിട്ട്. അത് പ്രൊസസ്സർ എന്നത് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 1080 ആയിരിക്കും, 1080 ആയിരിക്കും. അതിനോട് കൂടെ തന്നെ 120 Hz റീഫ്രഷ് റേറ്റും 6.5 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ഫോണിൽ വരിക കേട്ടോ. പിന്നെ സാധാരണ കാണുന്ന 50 മെഗാപിക്സലിൻ്റെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി, 8 മെഗാപിക്സലിൻ്റെ വൈഡ്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ LED ഡെപ്സ്. സോ ഈ ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ആ ഒരു ഫോണിൽ വരിക. പിന്നെ ഇതിൽ 6000 mAh ബാറ്ററി ബാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ സംഭവം കുഴപ്പമില്ലാത്തൊരു പാക്കേജാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഫോൺ ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 24,000 രൂപയാണ് സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. സോ 24,000 രൂപക്ക് വേർത്തായുള്ള ഒരു ഫീച്ചേഴ്സ് തന്നെയാണ്. എന്തായാലും നോക്കാം. ഓക്കെ, ഫോൺ വരട്ടെ. നമ്പർ 6 നമ്മുടെ സ്വന്തം നത്തിങ്ങിൻ്റെ ഫോൺ 2. ഓക്കെ, ഒരുപാട് ആൾക്കാർ കട്ടക്ക് വെയിറ്റ് ചെയ്യുന്ന ഫോണാണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 8+10 പറഞ്ഞ ചിപ്സെറ്റൊക്കെ വെച്ചിട്ട് വരാൻ പോകുന്ന വേറെ ലെവൽ ഫോണാണ് കേട്ടോ. ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ എന്നും പറയുന്നുണ്ട്, ഡുവൽ ക്യാമറ സെറ്റപ്പാണെന്നും പറയുന്നത്. ട്രിപ്പിൾ ക്യാമറ ഒക്കെ ആണെങ്കിൽ വേറെ ലെവലായിരിക്കും ഫോണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേ എങ്ങാണ്ടാണ് വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റും 6.7 ഇഞ്ച് ആയിട്ടാണ് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. സോ സംഭവം വേറെ ലെവൽ പാക്കേജ് ഒക്കെ തന്നെയാണ്. ഫോണിൻ്റെ പ്രൈസ് ഏകദേശം ലീക്കായി വരുന്നത് 40,000 രൂപയ്ക്കാണ് പ്രൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. സോ 40,000 രൂപക്കൊക്കെയാണ് നത്തിങ് ഫോൺ 2 വരുന്നതെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല, വേറെ ലെവലായിരിക്കും. നമ്പർ 7 റിയൽമിയുടെ സ്വന്തം NARZO 60 ആണ് കേട്ടോ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഫോൺ. നമ്മൾ ഇതിനെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ റിയൽമിയുടെ 11 സീരീസ് റിയൽമിയുടെ 11 Pro സീരീസിൻ്റെ സെയിം എക്സാക്റ്റ് ഡിസൈൻ വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു സിപ്പ് ഇല്ല എന്നുള്ളൂ, കറക്റ്റ് ആ ഒരു റൗണ്ട് മോഡ്യൂളും ആ ഒരു ലെതർ ഫിനിഷിംഗ് ഒക്കെ ആയിട്ടാണ് റിയൽമി NARZO 60 വരുന്നത് കേട്ടോ. ഫോണിൽ വരുന്ന പ്രൊസസ്സർ എന്നത് മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 6020 എന്നുള്ള ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരാനായിട്ട് പോകുന്നത്. സോ സംഭവം കുഴപ്പമില്ലാത്തൊരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൂടാതെ തന്നെ 6.4 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 90 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 6K വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. 4K അല്ല, 6K 30 FPS വീഡിയോസൊക്കെ ഈ NARZO 60 എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ സംഭവം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും ഫോൺ വന്നാൽ നോക്കാം, ക്വാളിറ്റി ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 5000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആയിരിക്കും ഈ ഒരു ഫോണിന് വരിക കേട്ടോ. എന്തായാലും പ്രൈസ് നോക്കണമെങ്കിൽ ഏകദേശം 18,000 രൂപ ആ റേഞ്ചിലായിരിക്കും ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഫൈനലി നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന 8ാമത്തെ ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ Z ഫ്ലിപ്പും അതേപോലെ തന്നെ Z ഫോൾഡും കേട്ടോ. Z ഫോൾഡ് 5ഉം Z ഫ്ലിപ്പ് 3ഉം ആണ്, Z ഫ്ലിപ്പ് 5 ആണ് വരുന്നത്. അതായത് സാംസങ്ങിൻ്റെ മടക്കാനും അതേപോലെ തന്നെ ഫ്ലിപ്പ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും പറ്റുന്ന ഫോൺസ്, അതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആയിരിക്കും ഈ ഒരു ഇതിൽ വരിക കേട്ടോ. ഫ്ലിപ്പിൽ 6.82 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ
AMOLED ഡിസ്പ്ലേയും അതേപോലെ തന്നെ ഫോൾഡിൽ 7.6 ഇഞ്ചിൻ്റെ ഒരു ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആയിരിക്കും കേട്ടോ വരിക. സോ ഡിസ്പ്ലേ വൈസ് സാംസങ്ങിന് എല്ലാം വേറെ ആരും ഇല്ല. Z Flip 5 വരുന്നത് ഡുവൽ ക്യാമറ സെറ്റപ്പ് ആട്ടോ, 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ, അതേപോലെ തന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ അങ്ങനെയാണ് വരുന്നത്. ഫോൾഡിലെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്, 50+12+12 അങ്ങനെയാണ് വരുന്നത്. അതിലൊരു ടെലിഫോട്ടോ ലെൻസും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. സോ ടെലിഫോട്ടോ ലെൻസൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു രീതിക്ക് ക്വാളിറ്റി ലോസ് വരാതെ സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. സോ ഫൈനലി പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ Z Flip 5 വരുന്നത് 90,000 രൂപ റേഞ്ചിലായിരിക്കും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ Z Fold 5 വരുന്നത് ഏകദേശം 1,60,000 രൂപയൊക്കെ എങ്ങാണ്ടായിരുന്നു വരുന്നു. സോ പ്രൈസ് കുറച്ച് ജാസ്തിയാണ്, ഇനി കുറച്ച് കൂടുതലാണ്. എന്തായാലും അത്യാവശ്യം വലിയ ഫോണും ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, വാല്യൂ ഫോർ മണി ആണെന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തേക്കേസ്. ഓക്കെ, സോ പുതിയ ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം. അതുവരെ